നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആകുവാൻ വേണ്ട വിജയശീലങ്ങൾ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ജീവിതത്തിൽ വിജയിക്കണം, സക്സസ്ഫുൾ ആയ ഒരു ലൈഫ് നയിക്കണം എന്നൊക്കെ. നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീടിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, അതായത് ഒരു ഗ്രോയിങ് മൈൻഡ് സെറ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. നമ്മൾ നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് നമ്മളതിനെ മാസ്റ്റർ ചെയ്ത് നമ്മുടെ നിയന്ത്രണത്തിലാക്കി കഴിയുമ്പോൾ മൈൻഡ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആകുവാനുള്ള ഫൗണ്ടേഷൻ റെഡി ആയി കഴിഞ്ഞു. അതിനുശേഷമായിട്ട് നമുക്ക് കുറച്ച് പില്ലേഴ്സ് ആവശ്യമുണ്ട്. അതാണ് സ്പിരിച്വാലിറ്റി, ദൈവത്തിലുള്ള വിശ്വാസം. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസം. രണ്ടാമതായിട്ട് വേണ്ടത് ഹെൽത്ത്. ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനസ്സിന് മാത്രമേ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുവാൻ പറ്റൂ. മൂന്നാമതായിട്ട് വെൽത്ത്. വെൽത്ത് എന്ന് പറയുമ്പോൾ മണി മാത്രമല്ല, എല്ലാറ്റിലും അബണ്ടൻസ് ഉണ്ടായിരിക്കുക. നാലാമതായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇത്രയും പില്ലേഴ്സ് നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്ലിയർ വിഷൻ ആണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതിലാണ് വിജയിക്കേണ്ടത് എന്നുള്ളതായ ക്ലിയർ വിഷൻ. ആ വിഷൻ സ്പെസിഫിക് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മനസ്സ് പതറിപ്പോകാതെ ഏതിലാണോ നമുക്ക് വേണ്ടത് എന്നതിൽ അതിൽ ഫോക്കസ് ചെയ്യുക. ഒരു വീട് പണിയുമ്പോൾ അതിനൊരു ഡിസൈൻ ആവശ്യമാണ്. നമ്മുടെ വിജയത്തിലേക്കും നമ്മൾ പാലിക്കേണ്ടതായ ഒരു കാര്യമാണ് ഡിസൈൻ. നമുക്ക് ഏത് കാര്യമാണോ നേടിയെടുക്കേണ്ടത്, എന്താണോ നമ്മുടെ വിഷൻ, അതിനെ ഡിസൈൻ ചെയ്യുക. അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കൺസിസ്റ്റൻസി എന്തിനാണ്, ഡിസിപ്ലിൻ എന്തിനാണ്, ഡിസൈൻ എന്തിനാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു ഡിസൈൻ ഇല്ലാത്തൊരു വീട് പണിതാൽ അതിന്റെ അവസാനം എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ വിഷനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഡിസിപ്ലിൻ എന്നത് ഒരു പണിഷ്മെന്റ് ആണ്. ഒരിക്കലുമല്ല. നമ്മൾ ചെയ്യേണ്ട ചില ചിട്ടയായ കാര്യങ്ങൾ ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അത് കൃത്യമായി ചെയ്തു തുടങ്ങുമ്പോൾ അത് നമ്മുടെ റുട്ടീനായിട്ട് മാറും. അത് നമുക്ക് വിജയത്തിലേക്കുള്ള ഒരു ലാഡറാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. എന്ത് കാര്യം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതായ സ്ട്രോങ് ബിലീഫ്, നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കുക. ആ വിജയത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ പറ്റുമെന്ന് നമ്മുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഗോൾ സെറ്റിങ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോള് അത് ശരിക്കും റിയലിസ്റ്റിക് ആയിരിക്കണം. ഫാന്റസി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡ്രീം ചെയ്യാൻ പറ്റും, എന്നാൽ അത് അച്ചീവബിൾ ആണോ എന്ന് നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വിചാരിക്കുകയാണ് നാളെ എനിക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകണമെന്ന്. രാഷ്ട്രീയത്തെ പറ്റിയോ അങ്ങനെയുള്ള യാതൊരു ബോധവും ഇല്ലാത്ത എനിക്ക് പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റുമോ? അല്ല എങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് നാളെ എനിക്ക് ബുർജ് ഖലീഫ വാങ്ങിക്കണമെന്ന്. നടക്കുന്നതാണോ? അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് എപ്പോഴും അതൊരു മെഷറബിൾ ആയിരിക്കണം. രണ്ടാമതായി അത് അച്ചീവബിൾ ആയിരിക്കണം. മൂന്നാമതായി അത് റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മളതിനൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യണം. നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ട്. ഇത്ര നാള് കൊണ്ടല്ല, ഇത്ര മാസം കൊണ്ട് ഞാൻ ആ വീട് പണിയും എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് കാര്യത്തിനാണോ നമ്മൾ ഈ പ്ലാൻ ചെയ്തത്, നമ്മൾ ഡിസൈൻ ചെയ്തത്, ഇത്ര ടൈം ലൈൻ കൊണ്ട് നമ്മളത് ചെയ്തെടുക്കുമെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക. അതിനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുക. ഇന്ന് തുടങ്ങി വെച്ച് നാളെ നിർത്തി വീണ്ടും അത് തുടങ്ങി വെച്ചാൽ, വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്താൽ അത് സക്സസിൽ എത്തുകയില്ല. നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം. എന്നും പറഞ്ഞ് പല കാര്യങ്ങളും ഡിസ്ട്രാക്റ്റ് ആയി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സക്സസിൽ എത്തുകയില്ല. ഫോക്കസ് ചെയ്യുക, കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ സക്സസിലേക്ക് എത്തുക തന്നെ ചെയ്യും. അടുത്തതാണ് റിലേഷൻഷിപ്പ്.
നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നമ്മോടൊപ്പം എപ്പോഴും നിൽക്കുന്ന, നമ്മുടെ കരം പിടിക്കുന്ന, നമ്മുടെ താഴ്ചയിലും വീഴ്ചയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു റിലേഷൻഷിപ്പ്, കുറച്ച് നല്ല ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ്, നമ്മൾ എത്തിച്ചേരേണ്ട ഡെസ്റ്റിനിയെ പറ്റി നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം നമുക്കിപ്പം എറണാകുളത്തേക്ക് പോകണം, നമ്മൾ ബസ്സിൽ കയറി, ആ ബസ് ഒരു പക്ഷേ ഫോറസ്റ്റിൽ കൂടെ ആയിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ റിവറിന്റെ മേലെ ബ്രിഡ്ജിൽ കൂടെ ആയിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ബസ് നിർത്തി ആൾക്കാരെ സ്റ്റോപ്പുകളിൽ ഇറക്കി വിടുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് എത്തിച്ചേരേണ്ടത് എറണാകുളത്താണ്. സമാധാനത്തോടെ നമ്മൾ ആയിരിക്കുക. ഒന്നിലും നമ്മൾ തിടുക്കം കൂട്ടരുത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല സക്സസ്. അത് ചിട്ടയായ ക്രമത്തിലൂടെ ബോധപൂർവം നമ്മൾ ശീലിക്കേണ്ട, നേടിയെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ തിടുക്കം കൂട്ടാതിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ലോകത്തെ തിരിച്ചു മറിക്കുവാനുള്ള ഐഡിയ നമ്മളുടെ ഉള്ളിലുണ്ട് എങ്കിലും അത് വേണ്ട രീതിയിൽ അത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അത് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ ശരിയായ രീതിയിൽ അത് ആശയവിനിമയം ചെയ്യുവാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഏത് കാര്യമായാലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാന്, അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി അതിന്റെ കാര്യങ്ങളെ പറ്റി പറയുവാനുള്ള ഒരു എബിലിറ്റി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്റർകണക്ട് ചെയ്ത് ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ കൈ പറയുക ഞാൻ നാളെ തൊട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ ഫുൾ ബോഡി ഫങ്ഷൻ ആകുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ഇത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കുക, ഗോൾ സെറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ഡിസിപ്ലിനോടുകൂടി കൺസ്റ്റന്റ് ആക്ഷനോടുകൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല റിലേഷൻഷിപ്പ് നമുക്കുണ്ടായി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനോടെ നമ്മുടെ പില്ലേഴ്സ് നമ്മൾ നിർമ്മിച്ചു കഴിയുമ്പോൾ നമുക്ക് സക്സസിലെത്താൻ കഴിയും. എല്ലാവരും വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വീണ്ടും കാണുന്നതുവരെയും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.